ഹായ്, ഞാൻ ഷെറിൻ ഡേവിസ്. മ്യൂച്വൽ ഫണ്ട് മാസ്റ്റർ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നും മ്യൂച്വൽ ഫണ്ടിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡിൻ്റെ ലിങ്ക് ഞാനിവിടെ ഈ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ട് നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കണം, മ്യൂച്വൽ ഫണ്ടിൻ്റെ മറ്റു പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. വെൽക്കം ടു ദ സെക്കൻഡ് എപ്പിസോഡ് ഓഫ് ന്യൂ സീരീസ് മാസ്റ്റർ മ്യൂച്വൽ ഫണ്ട് വിത്ത് ഹോംസ്. ആദ്യം നമ്മൾ പറയുന്നത് എന്തുകൊണ്ട് മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കണം. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുള്ള ഒരു നിക്ഷേപ പദ്ധതി തിരഞ്ഞെടുക്കണമെന്ന് വളരെ ലളിതമായിട്ട് നമുക്കൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങളൊരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് ജീവിതം നയിക്കുന്ന ഒരു ആളാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളത്തിൽ നിങ്ങൾ ഇന്ന് നിങ്ങളൊരു 5000 രൂപയുടെ സാധനം വാങ്ങാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ മറ്റു ചില കാരണങ്ങൾ കാരണം നിങ്ങൾ ആ സാധനം അടുത്ത വർഷം മേടിക്കാമെന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ 5000 രൂപ നിങ്ങൾ അതിനുവേണ്ടി മാറ്റി വെച്ചു എന്ന് സങ്കല്പിക്കുക. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ ഷോപ്പിൽ പോവാണ്. അപ്പോൾ ഇപ്പോൾ അതായത് അന്ന് നിങ്ങൾ മേടിക്കുമെന്ന് വിചാരിച്ച ആ സാധനം ഇപ്പോൾ ആ സാധനത്തിൻ്റെ വില എന്ന് പറയുന്നത് 5000 രൂപയല്ല, 5300 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇൻഫ്ലേഷൻ എന്ന് പറയുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടായല്ല. ഇന്ത്യയിൽ ശരാശരി ഒരു വർഷത്തെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 6%. അപ്പോൾ അതായത് നിങ്ങൾ മാറ്റിവെച്ച 5000 രൂപ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന് 5000 രൂപയ്ക്ക് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റില്ല. മുമ്പ് ഉള്ള ഒരു വാങ്ങൽ ശേഷി അതിപ്പോൾ ഉണ്ടാവില്ല ആ പൈസയ്ക്ക്. അപ്പോൾ അതേ സാധനം നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങണമെങ്കിൽ ആ 5000 രൂപ പ്ലസ് 6% കൂടുതൽ അത് വളർന്നിരിക്കണം. അപ്പോൾ ഇവിടെയാണ് മ്യൂച്വൽ ഫണ്ട് പോലുള്ള ഒരു നിക്ഷേപത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. നിങ്ങളുടെ 5000 രൂപ നിങ്ങളൊരു സേവിങ്സ് ബാങ്കിലാണ് ഇട്ടതെങ്കിൽ 3 അല്ലെങ്കിൽ 4% മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ പലിശ കിട്ടുള്ളൂ. അതായത് 5000 രൂപ ഒരു വർഷം കഴിഞ്ഞാൽ 5150 രൂപയോ അല്ലെങ്കിൽ 5200 രൂപയോ ആകാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആ സാധനം ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കില്ല. എന്നാൽ മ്യൂച്വൽ ഫണ്ട് പോലുള്ള ഒരു സ്കീമിൽ, പ്രത്യേകിച്ച് ഒരു ഇക്വിറ്റി ഫണ്ടിൽ നിങ്ങൾ നിക്ഷേപിച്ചാൽ എന്താണ് 10 മുതൽ 12% വരെ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ളത് കൊണ്ട്, അപ്പോൾ അതായത് നിങ്ങളുടെ 5000 രൂപ എന്ന് പറയുന്നത് 5500 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആകാം. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച പോലൊരു സാധനം ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് മേടിക്കാനായിട്ട് പറ്റും. അത് മാത്രമല്ല, നിങ്ങൾക്ക് അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു കോഫിയും കൂടെ കുടിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഈ സീരീസിൻ്റെ അവസാനത്തോട് കൂടിയിട്ട് വ്യക്തമായിട്ട് മ്യൂച്വൽ ഫണ്ട് റിട്ടേൺസിനെ കുറിച്ചും ഒരു പവർ ഓഫ് കോമ്പൗണ്ടിങ് എങ്ങനെ മ്യൂച്വൽ ഫണ്ടിൽ വർക്ക് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചും നമ്മൾ കൃത്യമായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. എന്തൊക്കെയാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഗുണങ്ങൾ? മ്യൂച്വൽ ഫണ്ട് വെറും ഒരു നിക്ഷേപ ഓപ്ഷൻ അല്ല, അത് നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിലെ ഒരു സൂപ്പർ പവറാണ്. മ്യൂച്വൽ ഫണ്ടിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് വ്യക്തമായിട്ട് ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ അതിനൊരു ഗുണം എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിനെ കുറിച്ച് വലിയ അറിവില്ലെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ പണം നിക്ഷേപിക്കുകയാണെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ഫണ്ട് മാനേജറും അയാളുടെ ടീമും ആയിരിക്കും ആ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത്. അവർ മാർക്കറ്റിനെ കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കുകയും മാർക്കറ്റിൻ്റെ ഹൈ എത്രയാണ് ലോ എത്രയാണെന്നൊക്കെ വ്യക്തമായിട്ട് പഠിച്ച് നിങ്ങളുടെ പണം ശരിയായ സ്ഥലങ്ങളിൽ മാത്രമാണ് അവർ നിക്ഷേപിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഗുണം എന്താണെന്നുള്ളതാണ് ഡൈവേഴ്സിഫിക്കേഷൻ, അതായത് വൈവിധ്യവൽക്കരണം. ഒരു മ്യൂച്വൽ ഫണ്ട് നിങ്ങളുടെ പണത്തെ ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ ഒരു സെക്ടറിൽ മാത്രമല്ല നിക്ഷേപിക്കുന്നത്. അത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള കമ്പനികളിലും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ബോണ്ടുകൾ പല അതായത് ഒരുപാട് ഓപ്ഷനുകളുണ്ടാവും. മേ ബി ചിലപ്പോൾ ഒരു 100-150 കമ്പനികളിലൊക്കെയാണ് അത് നിക്ഷേപിക്കുന്നത്. അപ്പോൾ ഒരു കമ്പനി താഴേക്ക് പോയാലും ഒരു സെക്ടറിലേക്ക് താഴേക്ക് പോയാലും നമുക്ക് അധികം റിസ്ക് ഉണ്ടാവണമെന്നില്ല. മറ്റുള്ള കമ്പനികൾ നിങ്ങളുടെ ഫണ്ടിൻ്റെ ആ സുരക്ഷിതത്വം, സേഫ്റ്റി കാത്തു സൂക്ഷിക്കും. ഇതാണ് ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഗുണം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഗുണം എന്താണെന്ന് നോക്കാം. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പണമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴേലും പൈസ എടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ടുകളിലെ പണം അത് പെട്ടെന്ന് നിങ്ങളുടെ ലോക്ക് ആവില്ല. കാരണം ഈ ഓപ്പൺ എൻഡഡ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിങ്ങൾക്ക് 1 ദിവസം 2 ദിവസം കഴിയുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റും. പക്ഷേ കണ്ടീഷൻസ് ആയിട്ടുള്ള എക്സിറ്റ് ലോഡ് ഉണ്ടാകും. പക്ഷേ നിങ്ങൾക്കത് പണം ലോക്കായിട്ട് അവിടെ ഇരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ടിൻ്റെ മൂന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് അതിന് ലിക്വിഡിറ്റി ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി നാലാമത്തെ എന്താണ് അതിൻ്റെ ഗുണം എന്ന് നോക്കാം. അതായത് വലിയ എമൗണ്ടുകളോ ലക്ഷങ്ങളോ അതിൽ നിക്ഷേപിക്കാൻ ആവശ്യമില്ല. നിങ്ങളുടെ നിക്ഷേപ യാത്ര സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മിനിമം 500 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപിച്ച് തുടങ്ങാൻ പറ്റും. ഇപ്പോൾ SIP-കളൊക്കെ വഴി നിങ്ങൾക്ക് ചെറിയ ഫണ്ടുകളിൽ നിങ്ങൾക്ക് നിക്ഷേപങ്ങൾ ആരംഭിക്കാൻ പറ്റും എന്നുള്ളതാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത്. അതായത് ഒരു നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എന്താണ് അഞ്ചാമത്തെ ഗുണം എന്ന് പറയുന്നത്? ടാക്സ് സേവിംഗ് ആണ്. അതായത് നികുതി നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. അതായത് ELSS പോലുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് 1,25,000 രൂപ വരെ നിങ്ങൾക്ക് നികുതി ലാഭം നിങ്ങൾക്ക് കിട്ടും.
അപ്പോൾ നിങ്ങളുടെ ടാക്സ് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ ഒപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പണവും നിങ്ങൾക്ക് ഗ്രോത്ത് വളർത്താൻ പറ്റും. അപ്പോൾ എന്താ പറയുക, ബൈ വൺ ഗെറ്റ് വൺ എന്ന് പറയുന്നൊരു ഓഫർ പോലെയാണ്. നിങ്ങൾക്ക് നിക്ഷേപിക്കാം, മ്യൂച്വൽ ഫണ്ട് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടാക്സ് ഫ്രീ, നിങ്ങൾക്ക് ഇൻകം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ടാക്സ് നിങ്ങൾക്ക് സേവ് ചെയ്യാനും പറ്റും. അതുപോലെ നിങ്ങളുടെ നിക്ഷേപത്തിന് മാക്സിമം റിട്ടേൺസ് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുകയും ചെയ്യും. ഇനി എന്താണ് ആറാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്? അത് നിങ്ങളുടെ ഒരു ഒബ്ജക്റ്റ് അനുസരിച്ച്, നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് സ്കീം സെലക്ട് ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് മ്യൂച്വൽ ഫണ്ടിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു വണ്ടി, ഒരു കാർ മേടിക്കാനായിട്ടുള്ള നിങ്ങളുടെ നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾക്കൊരു വിദേശ യാത്ര നടത്താനുള്ള ഡ്രീം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ് എന്ന് പറയുന്ന ഡ്രീം ഉണ്ടെങ്കിൽ, മ്യൂച്വൽ ഫണ്ടിൽ ഇക്വിറ്റി സ്കീംസ്, ഡെറ്റ് സ്കീംസ്, ഹൈബ്രിഡ് സ്കീം, ഷോർട്ട് ടേം, ലോങ് ടേം, ഇങ്ങനെയുള്ള റിസ്കിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ, നിങ്ങളുടെ പേയ്മെൻറ്റ് കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിൽ, നിങ്ങളുടെ ഒരു ഡ്യൂറേഷൻ്റെ അടിസ്ഥാനത്തിൽ, ഇതിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് സ്കീംസ് തിരഞ്ഞെടുക്കാനുള്ള അവസരം നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിലുണ്ട്. ഇനി എന്താണ് ഏഴാമത്തെ ഒരു ഗുണം ബെനിഫിറ്റ് എന്ന് പറയുന്നത്? അതിൻ്റെ കോസ്റ്റ് ആവറേജിങ് ആണ്. അതായത് മ്യൂച്വൽ ഫണ്ടിൽ നമ്മളുടെ ഒരു ധാരണ എന്ന് പറയുന്നത്, നമ്മൾ ഒരു തവണ ഇൻവെസ്റ്റ് ചെയ്യുന്നു, സ്റ്റോക്ക് മാർക്കറ്റ് താഴെ പോയാൽ താഴേക്ക് പോകുന്നു. പക്ഷെ അങ്ങനെയല്ല. അതിൻ്റെ കോസ്റ്റ് ആവറേജ് ചെയ്യുന്ന പോലെ മ്യൂച്വൽ ഫണ്ടിലൊരു സംവിധാനമാണ് SIP. അപ്പോൾ SIP വഴി നമ്മൾ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപിക്കാൻ എന്താ സംഭവിക്കുന്നത്? മാർക്കറ്റ് ഉയർന്നു നിൽക്കുമ്പോഴും താഴ്ന്നു നിൽക്കുമ്പോഴും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഇൻസ്റ്റാൾമെൻറ്റ് പോവുകയാണ്. അപ്പോൾ അതുവഴി ഒരു കോസ്റ്റ് ആവറേജിങ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കോസ്റ്റ് ആവറേജിങ് എന്ന് പറഞ്ഞ ടെക്നിക്ക് വഴി നിങ്ങൾ വാങ്ങിക്കുന്ന വിലകളിൽ നിങ്ങൾ റിസ്ക് കുറയുകയും ആവറേജ് ചെയ്യാനൊക്കെ പറ്റുകയും ചെയ്യുന്നതാണ് മ്യൂച്വൽ ഫണ്ടിൽ അടുത്തൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് വെറും ഒരു നിക്ഷേപ മാർഗം അല്ല, അത് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുന്ന ഒരു മികച്ച മാർഗമാണ്. ഇൻഫ്ലേഷനെ തോൽപ്പിക്കാൻ പറ്റും, ചെറിയ തുകകൾ വളർത്താൻ സാധിക്കും, ഒപ്പം നിങ്ങളുടെ ടാക്സ് സേവിക്കാൻ പറ്റും. ഇപ്പം മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓൾ ഇൻ വൺ പാക്കേജ് ആണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, അതായത് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ റിസ്ക് മനസ്സിലാക്കാനും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കാനും നിങ്ങളുടെ കപ്പാസിറ്റി മനസ്സിലാക്കാനും പറ്റുന്ന ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസർ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ, ഇതൊക്കെ അറിയാവുന്നതിന് കപ്പാസിറ്റി ഉള്ള ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറോട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് എപ്പോഴും വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് നിങ്ങൾ കേൾക്കുമ്പോൾ ഇക്വിറ്റി ഫണ്ട്, ഡെറ്റ് ഫണ്ട്, ഹൈബ്രിഡ് ഫണ്ട്, ലാർജ് ക്യാപ് ഫണ്ട്, സ്മോൾ ക്യാപ് ഫണ്ട്, മൾട്ടി ക്യാപ് ഫണ്ട്, എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എന്തൊക്കെ തരം മ്യൂച്വൽ ഫണ്ട് ഉണ്ടെന്നും മ്യൂച്വൽ ഫണ്ടിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ചും അതിൻ്റെ ജാർഗൻസ് എന്തൊക്കെയാണ്, ഇതെല്ലാം നമുക്ക് എന്താണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിനെ പറ്റിയുള്ള PDF-ഉം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരെ ഡൗൺലോഡ് ചെയ്യണം. എന്നാൽ അത് വ്യക്തമായിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക, അത് മനസ്സിലാക്കുക. നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. വി ആർ ഹിയർ ടു ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിന്നേഴ്സ്. താങ്ക് യു.